ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് സാധാരണക്കാരുടെ കൂലിപ്പണി എടുത്തൊന്ന് ജീവിച്ചു നോക്കിയാലോ. അപ്പം നമ്മളിന്ന് താമസിക്കാൻ പോകുന്നത് ദേ ഈ ഒരു വീട്ടിലാണ്. ഈ വീട് ഡാമിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് ഇരിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ രാവിലെ തന്നെ അതിരാവിലെ ഒന്നും പോയില്ല, വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ഒന്ന് വെളുത്തതിന് ശേഷം നമ്മൾ റബ്ബർ വെട്ടാൻ പോയേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ഒട്ടുപാലും കാര്യങ്ങളൊക്കെ പറിച്ചു. അതിനുശേഷം ദേ കത്തി വെച്ചിട്ട്, ഇതാണ് റബ്ബർ വെട്ടുന്ന കത്തി വെച്ചിട്ട് നമ്മൾ പതുക്കെ റബ്ബർ ഇങ്ങനെ വെട്ടിക്കൊടുത്തു. അതിനുശേഷം കുറച്ച് നേരം വെട്ടൊക്കെ കഴിഞ്ഞ് ഇരുന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പാലെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചിരട്ടയിലേക്ക് ശേഖരിച്ച പാല് നമ്മൾ ഇതേപോലെ ബക്കറ്റിലേക്ക് ശേഖരിക്കുകയാണ്. അതിനുശേഷം ഇത് കുടത്തിലൊക്കെ കൊണ്ടുപോയി ഒഴിച്ചു വെച്ചേക്കുവാണ്. അതിനുശേഷം എല്ലാ പാലും എടുത്തിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുവന്ന് ശേഖരിച്ച ശേഷം നമുക്ക് ഈ പാലിനെ ഉറക്കണം. അപ്പോൾ പാലിന് ആദ്യം തന്നെ നമ്മളൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കും. അതിനുശേഷം ഇതിലേക്ക് ആസിഡ്, അതേപോലെ തന്നെ ഒരു 3/4 കപ്പോളം വെള്ളം, അതിനുശേഷം 1 കപ്പ് പാലും കൂടി ഒഴിക്കും. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം, അതായത് ബക്കറ്റ് നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊക്കി ഒഴിക്കുമ്പോൾ തന്നെ അത് മിക്സ് ആവും. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഡിഷുകൾ അടുക്കി വെച്ചിട്ടുണ്ടാവും. ആ ഡിഷിലോട്ട് നമ്മൾ ഇതേപോലെ ഒഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുള്ള പാലിന് നമ്മൾ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആവാൻ. ഇതിലൊക്കെ ഏറ്റവും വലിയ പണി നമ്മുടെ ഈ കൈ വൃത്തിയാക്കലാണ്. എല്ലാം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. പിന്നെ വീട്ടിൽ ചെന്ന് ചോറൊക്കെ കൊണ്ടുവന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മൾ ഷീറ്റ് അടിക്കാൻ വേണ്ടി പോവാണ്. ഷീറ്റ് അടിക്കാൻ പോയിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഉറച്ച് വെച്ച പാലൊക്കെ ഇതേപോലെ നല്ല ഷീറ്റായിട്ട് നല്ല ബലത്തിൽ കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും. ഇത് നമ്മൾ ഇതേപോലെ അച്ചിലോട്ട് വെച്ചിട്ട് ഇതേപോലെ മെഷീൻ വെച്ചിട്ട് ഇതേപോലെ നമ്മൾ അടിച്ചെടുക്കുകയാണ്. ഒരു 2 തവണ ഒരു മെഷീനകത്തും അതിനുശേഷം അച്ചുള്ള മെഷീനകത്ത് ഇതേപോലെ വെച്ചതിന് ശേഷം ഇതേപോലെ വലിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഡിഷും സാധനങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കണം. അതിനകത്ത് എല്ലാം ഒട്ടിപ്പിടിച്ചിട്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം നമ്മൾ ഇതേപോലെ വെള്ളം വാർന്നു കഴിയുമ്പോൾ ഒന്ന് വിരിച്ചിടും. ഇനി ഞാനൊന്ന് പോയി ഡാമിൽ ഇറങ്ങി ഒന്ന് നന്നായിട്ടൊന്ന് നീരാടി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റി വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.